വി.എസ്. അച്യുതാനന്ദൻ, വെളിയം ഭാർഗവൻ, ചന്ദ്രപ്പൻ ഇവരൊക്കെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരുന്നവരാണ്. ഒരു 2-3 ദശകങ്ങൾ മുമ്പ് 90കൾ 80കൾ 90കൾ ഒക്കെ 60കൾ തൊട്ട് ഇവരൊക്കെ നമ്മുടെ നേതാക്കന്മാരായിട്ടുണ്ടായിരുന്നു. അന്ന് നമുക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് മതേതര പാർട്ടി എന്നും പറഞ്ഞു വരുന്ന മുസ്ലിം ലീഗിനെ അടുപ്പിക്കില്ല, 4 അയൽവക്കത്ത് എത്തിക്കില്ല. മുസ്ലിം ലീഗിന് അന്ന് വലിയ മോഹം ഉണ്ടായിരുന്നു ഇടതുപക്ഷത്തേക്ക് വരുന്നതിന് വേണ്ടിയിട്ട്. എന്നാൽ ഇവന്മാർ വെളിയം ഭാർഗവൻ CPIയിൽ നിൽക്കണു, അപ്പുറത്ത് വി.എസ്. അച്യുതാനന്ദൻ നിൽക്കണു. ഇങ്ങോട്ട് വരണ്ട, നിങ്ങളുടെ മതേതരത്വവും നിങ്ങളുടെ ലീഗും ബീഗും ഒക്കെ അങ്ങ് പാകിസ്ഥാനിലോ എവിടെയെങ്കിലും എടുത്താൽ മതി എന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്തിയിരുന്നു. ആ സാഹചര്യത്തിൽ നിന്ന് മാറിയിട്ട് ഇന്നത്തെ CPMൻ്റെ തലപ്പത്തുള്ളവർ ഒരു പക്ഷേ ഒന്ന് അടുത്താൽ കൊള്ളാം, ലീഗിന് ഇങ്ങോട്ട് വന്നാൽ കൊള്ളാം, അട്ടിമറിക്കാം, എല്ലാ മതേതരത്വം അട്ടിമറിക്കാം എന്നുള്ളൊരു ആശ വന്നത് ഇവരൊക്കെ മൺമറഞ്ഞു പോയതിന് ശേഷമാണ്. അപ്പോൾ അതിലുള്ളത് വെച്ചാൽ നമ്മൾ അതിൻ്റെ അടി കിട്ടാൻ പോകുന്നത് ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും 75% പോകുന്ന കേരളത്തിലെ. ഇതിനൊക്കെ ഒരു പ്രതിവിധിയായിട്ട് ഒരു പുതിയ തലമുറയിൽ നിന്നും കോൺഗ്രസ്സുകാരനായിരുന്നെങ്കിലും പാലക്കാട് അദ്ദേഹത്തിനിട്ട് പണി വന്നപ്പോൾ ചാടിപ്പോയി CPMൽ കയറിയ പി സരീൻ, അദ്ദേഹം ഇപ്പോൾ ഈ ഇലക്ഷനിൽ നിന്ന് തോറ്റുപോയി. കാരണം അവിടെ STPI ആണ് തീരുമാനിക്കുക. തന്നെയല്ല മറ്റേ പീഡനവീരൻ വലിയൊരു രാഹുൽ മാങ്കൂട്ടം, മലർനാടൻ കൊണ്ട് നടക്കുന്ന രാഹുൽ മാങ്കൂട്ടം, അതല്ലെങ്കിൽ ഈ സീറ്റ് കിട്ടാണ്ട് ഇവിടെ നിന്നും തനി സുഡാപ്പിത്തരം കാണിച്ച സന്ദീപ് വാര്യർ പാലക്കാട് കൊണ്ടുവന്ന് അവരുടെ പുൽക്കൂട് പൊളിക്കലും ഉഡായിപ്പ് അതിൻ്റെ ഒക്കെ തലപ്പത്ത് നിന്ന് ഷാഫി എന്ന കള്ള സുഡാപ്പി നിന്നിട്ട് നമ്മളെയൊക്കെ പറ്റിച്ച് ഈ പി സരീനെ തോൽപ്പിച്ചു. പക്ഷേ ഈ പി സരീൻ ഇന്ന് നമുക്കൊക്കെ പ്രതീക്ഷയേകുന്ന നിലയിൽ ഒരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ്. ഇസ്ലാമിനെതിരെ, ഇസ്ലാമിക അദ്ദേഹം ചോദിച്ചിരുന്നു, മരണത്തിന് ശേഷമുള്ള സ്വർഗം ഞങ്ങൾക്ക് വേണ്ട, നിങ്ങളുടെ സ്വർഗത്തിൻ്റെ കൺസെപ്റ്റ് ഇവിടെയുള്ളവരെ ഇപ്പം ഈ ജീവിച്ചിരിക്കുന്നവരൊക്കെ കൊല വിളിച്ച് അധപതിപ്പിച്ച് ഉള്ള ഈ ചെറുപ്പക്കാരൻ വളർന്നു വരണം. ഇടതുപക്ഷം അതിന് ഇതൊരു ഇടതുപക്ഷത്തിൻ്റെ ഒരു നമുക്കറിയാം, അയ്യപ്പ സംഗമം നടത്തുന്നു, നിലപാടുകൾ അവർ എടുക്കുന്നുണ്ട് പലപ്പോഴും. ഇപ്പം തെക്കൊരു നിലപാട് അയ്യപ്പ സംഗമം നടത്തി, ഇപ്പം നായർ സമൂഹത്തെ NSSൻ്റെ സുമാരൻ നായരെ കൂടെ കൊണ്ടുവന്നു, വെള്ളപ്പള്ളി നടേശൻ കൂടെ നിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഗോവിന്ദൻ മാഷ്, പി ജയരാജൻ, പിന്നെ പിണറായി വിജയനൊക്കെ ഈ സ്വർണ്ണക്കടത്തിനെതിരെയും ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെയൊക്കെ പറയുന്നതിൻ്റെ ഒരു അവസാന കണ്ണി എന്ന നിലയിൽ പി സരീൻ പറഞ്ഞിരിക്കുകയാണ്. സ്വർഗത്തിലേക്ക്, അതായത് മരണശേഷം സ്വർഗത്തിലേക്ക് പോകുന്നതിന് വേണ്ടി ഇന്ന് ജീവിച്ചിരിക്കുന്നവർ മൃതിയിലേക്ക് പറഞ്ഞുവിട്ട് കൊല വിളിക്കണ നിങ്ങളുടെ മതത്തിനെ പറ്റി പി സരീൻ പറഞ്ഞിരിക്കുകയാണ്. അത് പാർട്ടിയുടെ അറിവോടെയാണോ? കാരണം ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പാർട്ടി അതിൻ്റെ സംഘടിതമായിട്ടുള്ളൊരു ചുറ്റുപാടിൽ നിന്നുകൊണ്ട് നേതാക്കന്മാർ ഒന്നൊന്നായിട്ട് ഈ പ്രസ്താവനകൾ വരാണ്. ഗോവിന്ദൻ മാഷും പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് പി സരീൻ എന്നൊരു നേതാവിനെ നമ്മൾ വളരെയധികം പ്രതീക്ഷയോടെ, ഇന്ന് എനിക്ക് വളരെ സന്തോഷം ലഭിച്ചതാണ്. കാരണം നമ്മളെയൊക്കെ ഹിന്ദുവിനെയും ക്രിസ്ത്യാനിനെയും മതേതരത്വം എന്നും പറഞ്ഞ് ഒറ്റിക്കൊടുത്ത് ഇല്ലാണ്ടാക്കി അസ്ഥിവാരം മാന്താനായിട്ടുള്ള ഇതിലേക്ക് കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞു. വഖഫും അവരുടെ ജസിയ കൊടുക്കാനായിട്ടുള്ള ലീഗ് എന്ന് പറയണം, അന്ന് VD സതീശൻ ഇത് സുഖിപ്പിച്ച് നടക്കുന്ന ഒരു നിലയിലാണ് അതിപ്പോൾ തീരുന്നതിലാണ്. പക്ഷേ പാർട്ടി ഏതായിക്കോട്ടെ, ഇടതായിക്കോട്ടെ വലതായിക്കോട്ടെ, പി സരീൻ പ്രതീക്ഷ നൽകുന്നു. പക്ഷെ നമ്പാൻ പാടുണ്ടോ എന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹം വോട്ട് ചെയ്യുമ്പോൾ ചിന്തിച്ച് ചെയ്യണം. എന്നിരുന്നാലും ഇദ്ദേഹത്തിൻ്റെ പ്രസ്താവന വളരെ നൽകുന്നുണ്ട്. പക്ഷെ നമ്മൾ ചതിക്കപ്പെടരുത്. കാരണം വോട്ടും വാങ്ങി അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് ചാടി മരുമോൻ മുഖ്യമന്ത്രിയാവുന്ന ഒരു സ്ഥിതിയിലേക്കൊന്നും കാര്യങ്ങൾ എത്തിപ്പെടാണ്ടിരിക്കട്ടെ എന്ന് വിശ്വസിക്കാം. നിങ്ങൾ നല്ലപൂർവ്വം ഇലക്ഷൻ കാലഘട്ടമാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ സമ്മതിദായക അവകാശം ചിന്തിച്ച് ഉപയോഗിക്കണമെന്ന് ഞാൻ വിനീതമായിട്ട് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്.